ഒരു കാലത്ത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ നായികയായിട്ട് അഭിനയിച്ച രാധിക ശരത് കുമാർ. ഇന്ന് രാധിക ശരത് കുമാറിൻ്റെ ഭാര്യയാണ്. അവരന്ന് തമിഴ് സിനിമയിലും മലയാള സിനിമയിലും അഭിനയിച്ചിരുന്നു. തമിഴിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ നടി ഇന്ന് 63 വയസ്സിൽ ഇന്നും സുന്ദരിയായിട്ട് തന്നെ ഇരിക്കുന്നു. അവർ ഒരു വൃദ്ധയുടെ വേഷം ചെയ്തു, മെയിൻ ഒരു കഥാപാത്രം. സ്ത്രീകൾ ഇങ്ങനൊരു സിനിമ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അപൂർവമാണ്, വളരെ അപൂർവം. അപ്പോൾ സ്ത്രീ കഥാപാത്രം നായികയായിട്ട് അഭിനയിച്ച് മെയിൻ ഒരു വൃദ്ധയാണ് അതിനകത്ത് നായിക. ആ നായിക ആ സിനിമ വിജയിപ്പിക്കുകയാണ്. ഇതിനകത്ത് അവർ അഭിനയിച്ചിരിക്കുന്നത് പൂവനത്തായി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഈ സിനിമയുടെ പേര് തായ് കിഴവി. ഈ തായ് കിഴവിയുടെ സിനിമ കാണാൻ ആളുകൾ ആദ്യമൊന്ന് മടിച്ചു. പിന്നെ കുറച്ച് ആളുകൾ കണ്ടു, അവർ തന്നെ പരസ്യം ചെയ്തു. 8 കോടി രൂപയ്ക്കാണ് ഈ സിനിമ നിർമ്മിച്ചത്. ഇതിപ്പോൾ 80 കോടി രൂപ തൂത്തുവാരി കഴിഞ്ഞു. കാരണം അത്രയ്ക്കും ബഡ്ജറ്റ് കുറഞ്ഞ സിനിമ തമിഴ്നാട്ടിൽ വളരെ അപൂർവമാണ്. അതുമാത്രമല്ല, ഒരു സ്ത്രീ വയസ്സായി നിന്നിട്ട് അഭിനയിച്ചിട്ട് ആ പടം വിജയിപ്പിച്ചിരിക്കുകയാണ്. അതിലിവർ വിജയിച്ചു. കാരണം ഒരു പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ വേഷമാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഈ പലിശയ്ക്ക് കൊടുക്കുന്ന ഈ സ്ത്രീനെ എല്ലാവർക്കും ഭയമാണ്. ഭയപ്പെടുത്തിയില്ലെങ്കിൽ പലിശയ്ക്ക് കൊടുത്ത പൈസ ആളുകൾ തിരിച്ചു തരില്ല. അങ്ങനെ ഒരു പുതിയ ഒരു ടെക്നിക്ക് പ്രയോഗിച്ച് അവർ ഭയപ്പെടുത്തി. എല്ലാവർക്കും ഭയമാണ്. പൈസ മേടിച്ചാൽ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ അവർ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു ഭീതി അവിടെ ഉണ്ടാക്കി. അങ്ങനെ അവസാനം ഇവർ വൃദ്ധയായി മരണത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഇവർ ആളുകളെ സഹായിക്കുന്ന ഒരു കാര്യങ്ങളാണ് വരുന്നത്. കാരണം ഇഷ്ടം പോലെ പൈസ ഉണ്ട് അവരുടെ കയ്യിൽ, പക്ഷേ മരിക്കാൻ പോവാണ് എന്നുള്ളൊരു ധാരണ അവർക്ക് വന്നു. അപ്പോൾ അവർ നന്മയിലേക്ക് വരുന്ന ഒരു കഥ ആണ് ഈ സിനിമ. അതിനകത്ത് ആ കഥ ഇപ്പോൾ ഈ ത്രെഡാണെങ്കിലും ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നന്മ ചെയ്യുന്നു. അതൊക്കെ നമുക്കൊരു രസകരമായ രീതിയിലാണ് ഇതിൻ്റെ സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏത് സിനിമ വിജയിപ്പിക്കുമ്പോഴും എല്ലാ സിനിമകളും കഥകൾ വീണ്ടും 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 വരുന്നു, പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതി ആണ് വിജയം. അപ്പോൾ നമ്മളിവിടെ ലവ് സ്റ്റോറികൾ എന്ന് തുടങ്ങി വരുന്നതാണ്, പക്ഷേ പുതിയ ലവ് സ്റ്റോറി വരുമ്പോൾ അതിൻ്റെ അവതരണം കണ്ടിട്ടാണ് അത് വിജയിക്കുന്നത്. അപ്പോൾ പുതിയ രീതിയിലേക്ക് ഓരോ കഥകളും കൊണ്ടെത്തിക്കുമ്പോഴാണ് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഇക്കാലഘട്ടത്തിൽ അതെങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിലാക്കുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഈ കിഴവിയുടെ വേഷം നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുകയും അതിനുള്ള കഥ നല്ലതായിരുന്നു. അത് ആ കഥ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സംവിധായകൻ അതിനെ തേച്ച് മിനുക്കി നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അപ്പോൾ പടം വിജയിച്ചു. ആ പടം വിജയിക്കുമ്പോൾ ഇവർക്കും ആ ഒരു മികവരാണല്ലോ. സിനിമ വിജയിക്കുമ്പോൾ അതിനകത്ത് അഭിനയിച്ച മെയിൻ ആൾക്ക് ഒരു നല്ലൊരു മികവരാണ്. അങ്ങനെ ഇപ്പോൾ ഈ 63 വയസ്സിലും ഒരു സൂപ്പർ ഹിറ്റ് മെയിൻ നായികയായിട്ട് അഭിനയിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപൂർവം ആളുകൾക്ക് മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഈ പ്രായത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും നടികളൊക്കെ മറ്റേ ഈ പറഞ്ഞ റെസ്റ്റിലേക്ക് വരും. അവരൊന്നും സിനിമയിലുണ്ടാവില്ല. കുറച്ചൊരു 40 വയസ്സാകുമ്പോഴത്തേക്കും മിക്ക നടികളും ഔട്ടാവും. അപ്പോൾ ഇവരെ പോലുള്ള ചില ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. അപ്പോൾ അവർക്ക് ആ ഭാഗ്യം കിട്ടി, നല്ല രീതിയിൽ സൂപ്പർ ഹിറ്റായി.